ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. അഖിൽ മാരാർ രാഷ്ട്രീയം വിട്ടപ്പോൾ നേരെ റേഞ്ച് റോവറിലേക്ക്. അഖിൽ മാരാർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പക്ഷേ ഇത്തവണ കാരണം രാഷ്ട്രീയമല്ല, പ്രസംഗവുമല്ല, വിവാദം പോലുമല്ല. കാരണം ഒരു റേഞ്ച് റോവറാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അഖിൽ മാരാർ പറഞ്ഞത് എന്തായിരുന്നു? ആഡംബര ജീവിതം വേണ്ട, എല്ലാം ഉപേക്ഷിക്കാം. രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് മാറിയപ്പോഴോ, ഇനി എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ നടത്തും. അങ്ങനെ ആഗ്രഹങ്ങളുടെ ആദ്യ എപ്പിസോഡ് തന്നെ എത്തി, റേഞ്ച് റോവർ. ഇനി ചോദ്യം ഒന്ന് മാത്രം: രാഷ്ട്രീയം പോയപ്പോൾ റേഞ്ച് റോവർ വന്നതാണോ, അതോ റേഞ്ച് റോവർ നേരത്തെ തന്നെ കാത്തിരിക്കുകയായിരുന്നോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ ന്യൂസ്. ആദ്യ സംഭവം എന്താണെന്ന് നോക്കാം. അഖിൽ മാരാർ പുതിയ റേഞ്ച് റോവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. കുടുംബത്തോടൊപ്പം എത്തിയാണ് അദ്ദേഹം വാഹനം ഏറ്റുവാങ്ങിയത്. റിപ്പോർട്ടുകൾ പ്രകാരം കൊച്ചിയിലെ ഷോറൂം വില ഏകദേശം 1,11,00,000 മുതൽ 1,15,00,000 രൂപ വരെയാവും. അതായത് സാധാരണ നമ്മൾ കാറ് വാങ്ങുമ്പോൾ മൈലേജ് എത്ര, EMI എത്ര, സർവീസ് ചാർജ് എത്ര എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ അഖിൽ മാരാർ ചെയ്യുന്നത് റേഞ്ച് റോവറാണോ? അതെ, ബുക്ക് ചെയ്യാം. നമ്മൾ കാർ വാങ്ങുമ്പോൾ ഗൂഗിളിൽ നോക്കുന്നത് ബെസ്റ്റ് കാർ അണ്ടർ 10 lakhs എന്നാവും. എന്നാൽ അഖിൽ മാരാർ നോക്കുന്നത് ബെസ്റ്റ് കാർ അണ്ടർ 2 crore എന്നാകും. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ റേഞ്ച് റോവർ ഇന്നലെ പെട്ടെന്ന് പോയി വാങ്ങിയതല്ല അഖിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് പ്രകാരം ജനുവരിയിൽ തന്നെ വാഹനത്തിന് അഡ്വാൻസ് നൽകിയിരുന്നു. പിന്നീട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ഇനി വണ്ടിയൊന്നും വേണ്ട, ഉള്ളതെല്ലാം വിൽക്കാം എന്ന തീരുമാനത്തിലേക്ക് പോയി. അവിടെ BMW ബൈക്കും വിറ്റു. കാരണം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കയ്യിൽ അത്തരം ആഡംബരം ഒന്നും വേണ്ടെന്ന് കരുതുന്നതാണെന്ന് അഖിൽ പറയുന്നു. ഇത് കേട്ടപ്പോൾ നമ്മളൊക്കെ ഒരു കാര്യം ചിന്തിക്കും: രാഷ്ട്രീയം ഇത്ര ചെലവേറിയ കാര്യമാണോ? നമ്മൾ രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് യോഗം, പ്രസംഗം, പോസ്റ്റർ, കൊടി. അഖിൽ മാരാർ ചിന്തിക്കുന്നതോ BMW അങ്ങ് വിറ്റ് കളയാം. ഇനി ഏറ്റവും രസകരമായ ഭാഗം അഖിൽ പറയുന്നത് താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചു എന്നാണ്. സിനിമയിലെ അവസരങ്ങളും മാറ്റിവെച്ചു. പിന്നെ രാഷ്ട്രീയവും വേണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ ഇനി എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ജീവിതത്തിൽ 2 മോഡ് ഉണ്ടെന്ന് തോന്നുന്നു. പൊളിറ്റിക്കൽ അഖിൽ മോഡ്, ആഡംബരം വേണ്ട. സിനിമ അഖിൽ മോഡ്, ക്യാമറ റെഡി. പിന്നെ പേഴ്സണൽ അഖിൽ മോഡ്, റേഞ്ച് റോവർ റെഡി. ഇനി അടുത്ത ആഗ്രഹം എന്തായിരിക്കുമെന്ന് മാത്രം അറിയില്ല. റേഞ്ച് റോവർ കഴിഞ്ഞു. അടുത്തത് എന്ത്? അഖിൽ മാരാർ ഒരു ഹെലികോപ്റ്റർ തന്നെ വാങ്ങുമോ? അഖിൽ മാരാർ ഹെലികോപ്റ്റർ വാങ്ങി എന്ന ഹെഡ്ലൈൻ വരാതിരിക്കട്ടെ. അഖിൽ മാരാർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന സൂചനയും അടുത്തിടെ നിലനിൽക്കുന്നു. എൻ്റെ ശബ്ദം ഇനി എനിക്ക് വേണ്ടി മാത്രം എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വലിയ ചർച്ചയായിരിക്കുന്നു. രാഷ്ട്രീയത്തിലായിരുന്നപ്പോൾ എല്ലാവർക്കും വേണ്ടി സംസാരിച്ച ആളാണെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഇനി ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സിനിമ, പിന്നെ എൻ്റെ റേഞ്ച് റോവർ. രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുത്തപ്പോൾ ചിലർ പെൻഷൻ വാങ്ങും. അഖിൽ മാരാറോ റേഞ്ച് റോവർ ഡെലിവറി എടുത്തു. ഇത് റിട്ടയർമെൻ്റ് ആണോ അതോ റീബ്രാൻഡിംഗ് ആണോ? സത്യത്തിൽ അഖിൽ മാരാറുടെ ജീവിതത്തിൽ വാഹനങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് പറയാം. അദ്ദേഹം തന്നെ മുൻപ് വാഹനങ്ങളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പുതിയ റേഞ്ച് റോവർ വന്നത് ആരാധകർക്ക് വലിയ സർപ്രൈസ് ആയിരുന്നില്ല. പക്ഷേ ടൈമിംഗ് ആണ് ഇൻട്രസ്റ്റിംഗ്. രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു, അതിന് ശേഷം ലക്ഷറി വണ്ടി. സോഷ്യൽ മീഡിയയിൽ ട്രോൾ വരാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി. ഒരു സൈഡിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചു, മറ്റൊരു സൈഡിൽ റേഞ്ച് റോവർ സ്വന്തമാക്കി. ഇത് എന്താ ചേട്ടാ, കോയിൻസിഡൻസ് ആണോ? പക്ഷേ അഖിൽ പറയുന്നത് വളരെ ക്ലിയറാണ്. രാഷ്ട്രീയത്തിലായിരുന്നപ്പോൾ താൻ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ചതാണ്. ഇപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറ്റുകയാണ് എന്ന് പോലും. ഇനി ഏറ്റവും വലിയ ചോദ്യം: അഖിൽ മാരാർ വീണ്ടും സിനിമയിലേക്ക് വരുമോ? അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ ഇത് തന്നെയാണ്. എടുത്ത ഒരു പടം പോലും വിജയിക്കാത്തതിനാൽ ആരാധകർ ഇദ്ദേഹത്തെ ഒരു രീതിയിലും പ്രതീക്ഷിക്കുന്നില്ല. ഓണം കഴിഞ്ഞാൽ സിനിമയുടെ ജോലികൾ തുടങ്ങണമെന്നാണ് അദ്ദേഹം പറയുന്നത്.
പൊളിറ്റിക്സ് ഉപേക്ഷിക്കുക, സിനിമ തുടരുക. റേഞ്ച് റോവർ എത്തിക്കഴിഞ്ഞു. ബിഗ് ബോസ് വിജയിയായി വന്ന അഖിൽ സംവിധായകനായി രാഷ്ട്രീയത്തിലേക്ക്, പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് ബാക്ക്, ഇപ്പോൾ വീണ്ടും സിനിമ. ഇതെല്ലാം കണ്ടിട്ട് ഒരു കാര്യം മാത്രം പറയാം, അഖിൽ മാരാറുടെ ജീവിതത്തിൽ ബോറിംഗ് എപ്പിസോഡ് എന്നൊന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, അഖിൽ മാരാർ രാഷ്ട്രീയം വിട്ടോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ സിനിമയിലേക്ക് വീണ്ടും വന്ന് വെറുപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1 കോടിക്ക് മുകളിലുള്ള റേഞ്ച് റോവർ. ഇനി അഖിൽ മാരാറുടെ അടുത്ത അപ്ഡേറ്റ്സ് എന്തൊക്കെയായിരിക്കും? പുതിയ സിനിമയോ, പുതിയ കാറോ, അതോ എപ്പോഴത്തെയും പോലെ പുതിയ നിലപാടുകളോ? ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം. അഖിൽ മാരാരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. പുത്തൻ പുതു സിനിമാ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.